Good morning dears. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിമോട്ട് സെൻസിങ്ങിൻ്റെ പാർട്ട് 4 ആണ്. ഇതിൽ നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസേഴ്സ് ആണ്. മെയിനായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന് ആക്റ്റീവ് സെൻസസ് ആൻഡ് പാസീവ് സെൻസസ്. സോ ഇത് നോക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ സെൻസേഴ്സ് എവിടെയാണ് നമ്മൾ വെക്കാറ്, അതിനൊരു പ്ലാറ്റ്ഫോം വേണം അല്ലേ. സോ 3 ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സെൻസേഴ്സ് എന്താണെന്നും അതിൻ്റെ പ്ലാറ്റ്ഫോംസ് എന്താണെന്നും then we can come to the classification of sensors. Okay, ഫസ്റ്റ് തന്നെ എന്താണ് സെൻസർ എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലേ, ഒരു സോഴ്സ് നിന്ന് ഒരു എനർജി വന്ന് ഒബ്ജക്ട്സിൽ തട്ടി അവിടുന്ന് അബ്സോർബ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് ബാക്കിയുള്ളത് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. എവിടേക്കാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്? ഈ സെൻസേഴ്സിലേക്കാണ് അല്ലേ. സെൻസേഴ്സ് എന്താ ചെയ്യുക? ഇറ്റ് വിൽ കളക്ട് ആൻഡ് റെക്കോർഡ് എനർജി റിഫ്ലക്റ്റഡ് ഓർ എമിറ്റഡ് ഫ്രം എ ടാർഗറ്റ് ഓർ ദ സർഫസ്. It must reside on a stable platform removed from the target or surface being observed. Okay. Sensors എന്താണ്? It will process the data and send to the ground antenna. Sensors ആണ് നമ്മൾക്ക് ഉള്ള ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്തിട്ട് താഴത്തുള്ള ഗ്രൗണ്ട് ആൻറ്റിനയിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നാണ് ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം നടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സെൻസേഴ്സിന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ആവശ്യമുണ്ടല്ലോ. ഗ്രൗണ്ടിലുള്ള സെൻസേഴ്സ് ഉണ്ട്, ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട്, എയർക്രാഫ്റ്റിലൊക്കെ വെച്ചിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട്, അതേപോലെ സ്പേസിൽ വെച്ചിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട്. സോ മെയിനായിട്ട് എന്തൊക്കെയാണ് സെൻസേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, മീൻസ് സെൻസേഴ്സിൻ്റെ പ്ലാറ്റ്ഫോംസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് പ്ലാറ്റ്ഫോംസ് ഉള്ളത്? ഗ്രൗണ്ട് ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, എയർബോൺ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, സ്പേസ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പേര് തന്നെ നമുക്ക് മനസ്സിലാവും. ഗ്രൗണ്ട് എന്ന് പറയുമ്പം നമ്മളുടെ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് സെൻസേഴ്സ് സെൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? വെഹിക്കിൾസ് വെച്ചിട്ട്, വെഹിക്കിളിൻ്റെ മേലെ സെൻസേഴ്സ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടോൾ ബിൽഡിങ്സിൻ്റെ മേലെ വെച്ചിട്ട് പറ്റും. അതേപോലെ അങ്ങനത്തെ ടവേഴ്സിൻ്റെ ഒക്കെ മേലെ സെൻസേഴ്സ് വെച്ചിട്ട് നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഗ്രൗണ്ട് ബേസ്ഡ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. എയർബോൺ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഹെലികോപ്റ്റേഴ്സ് അല്ലെങ്കിൽ എയറോപ്ലെയിൻസ്, ബലൂൺസ്, അതിൻ്റെ മേലെയൊക്കെ സെൻസേഴ്സ് വെച്ചിട്ട് സെൻസ് ചെയ്യുന്നതാണ് എയർബോൺ പ്ലാറ്റ്ഫോം. സ്പേസ് ബേസ്ഡ് എന്ന് പറയുമ്പം നമുക്ക് എന്താണ്, സാറ്റലൈറ്റ്സ് ഓർമ്മ വരും അല്ലേ. സാറ്റലൈറ്റ്സ് അപ്പം മൂണൊക്കെയാണ്. എന്താണ് മൂന്ന് വെച്ചാൽ നാച്ചുറൽ ഇതാണ് അല്ലേ. അത് നമ്മൾ ഏർത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുകയൊക്കെ ചെയ്യും. സോ അവിടെ സാറ്റലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ, ഓർബിറ്റ്. ഇതൊക്കെയാണ് സ്പേസ് ബേസ്ഡിൽ വരുന്നത്. ഈ ഒരു ഫിഗർ നോക്കിയേ, സോഴ്സ് നിന്ന് എനർജി വന്ന് ഒബ്ജക്ട്സിലെല്ലാം റിഫ്ലക്റ്റ് ചെയ്തിട്ട് റിഫ്ലക്റ്റഡ് എനർജി എവിടേക്കാണ് പോകുന്നത്? സെൻസേഴ്സിലേക്ക്. സെൻസേഴ്സിന് എവിടേക്കാണ് പോകുന്നത്? താഴത്തുള്ള ഗ്രൗണ്ട് ആൻറ്റിനയിലേക്ക് അല്ലേ. ഓക്കെ, എന്താണ് ഗ്രൗണ്ട് ബേസ്ഡ് പ്ലാറ്റ്ഫോം? ഞാൻ പറഞ്ഞു, ബിൽഡിങ്സ്, വെഹിക്കിൾസ്, ടവേഴ്സ് ഒക്കെയാണ് ഈ പ്ലാറ്റ്ഫോമിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈറ്റ് അപ് ടു 50 മീറ്റേഴ്സ് വരെയുള്ള ഹൈറ്റ് ഇതിനുണ്ടാവുള്ളൂ. 50 മീറ്റേഴ്സ് വരെയുള്ളതൊക്കെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ടോപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 50 മീറ്റേഴ്സ് ആണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ സെൻസേഴ്സ് ഫിറ്റ് ചെയ്യുക. ഈ ഗ്രൗണ്ട് ബേസ്ഡ് ആണ് നമ്മൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. കമ്പയർഡ് വിത്ത് എയർക്രാഫ്റ്റ് ആൻഡ് സാറ്റലൈറ്റ് സെൻസേഴ്സ് നമുക്ക് ഗ്രൗണ്ട് ബേസ്ഡ് ആണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഇത് എവിടെയാണ് വെച്ചിട്ടുണ്ടാവുക? ഗ്രൗണ്ട് ബേസിൻ്റെ അകത്ത് നമുക്ക് ലാഡറിൻ്റെ മേലെയോ അല്ലെങ്കിൽ സ്കഫ് ഫോൾഡിങ്സിലോ ടോൾ ബിൽഡിങ്സിലൊക്കെ നമുക്ക് ക്രെയിനിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഒരു സ്ഥലത്തേക്ക് എത്തണ്ടേ, ഒരു പർട്ടിക്കുലർ ഈ 50 മീറ്റർ ഹൈറ്റ് വരെ നമുക്ക് എത്തണ്ടേ. എന്താണ് സ്കഫ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്? നമ്മളുടെ ഒരു ബിൽഡിങ്ങിൻ്റെ പുറമേ നമുക്ക് മുകളിലോട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബിൽഡിങ്ങിൻ്റെ പുറമേ ഓരോ കമ്പികളൊക്കെ വെച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട്. അതാണ് സ്കഫ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ നോക്കിക്കേ, ഈ വെഹിക്കിളിൻ്റെ മേലെ ഒരു ക്രെയിൻ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് സെൻസേഴ്സ് ഉള്ളത്. ഈ സെൻസേഴ്സ് ആണ് നമുക്കുള്ള ഏരിയാസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. ഇതൊക്കെ വെഹിക്കിൾ ബേസ്ഡ് സെൻസേഴ്സ് ആണ് കേട്ടോ. ഇത് നോക്കിക്കേ, ഇത് ടവറിൻ്റെ മേലെ സെൻസേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് ഇൻഫോർമേഷൻസ് എല്ലാം കിട്ടുന്നത്. അടുത്തത് എയർബോൺ പ്ലാറ്റ്ഫോംസ്. എയർബോൺ നമുക്കറിയാം അല്ലേ, ഈ എയറോപ്ലെയിനിൻ്റെ മേലെയൊക്കെ സെൻസേഴ്സ് വെച്ചിട്ട് നമുക്ക് താഴത്തുനിന്ന് ഉള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടും. എവിടെ ഈ എയർബോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഈ എയറോപ്ലെയിനൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവിടുത്തെ ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടണമെന്നാണെങ്കിൽ നമ്മൾ എയറോപ്ലെയിൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇറ്റ്സ് ഹൈറ്റ് അപ് ടു 50 കിലോമീറ്റേഴ്സ് വരെയുള്ള ഹൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഗ്രൗണ്ട് ആണെങ്കിൽ ജസ്റ്റ് 50 മീറ്റേഴ്സ് പറ്റുള്ളൂ അല്ലേ. സോ എയർബോൺ ആണ് നമുക്ക് 50 കിലോമീറ്റേഴ്സ് ഹെലികോപ്റ്റേഴ്സോ ബലൂണോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു ഫിഗർ. ദാറ്റ് ഈസ് ഇത് നോക്കിക്കേ,
ഒരു 3 കിലോമീറ്റേഴ്സ് വെച്ചു, 3 ഏരിയാസ് കവർ ചെയ്തു. ഈ ഒരു എയർപ്ലെയിൻ നോക്കിക്കേ, 30 കിലോമീറ്റേഴ്സ്, ലെസ് ദാൻ 30 കിലോമീറ്റേഴ്സ് ഹൈറ്റാണ്, അത് 3 ഏരിയ കവർ ചെയ്തു. അങ്ങനെയാണെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്പേസ് ബേസ്ഡ് ആണ്. സ്പേസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ റോക്കറ്റ്സ്, ഷട്ടിൽ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ഒക്കെയാണ് പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഹൈറ്റ് അപ് ടു 36 കിലോമീറ്റേഴ്സ് വരെ, 36 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഉണ്ട്. കാരണം അത്രയും ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. സ്പേസ് ഷട്ടിലാണെങ്കിൽ 250 to 300 കിലോമീറ്റേഴ്സ് ആണ് അതിൻ്റെ ഹൈറ്റ്. സ്പേസ് സ്റ്റേഷൻസ് ആണെങ്കിൽ 300 to 400. അതേപോലെ ലോ ലെവൽ സാറ്റലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഇസ് അപ് ടു 700 to 1500 കിലോമീറ്റേഴ്സ്. ഹൈ ലെവൽ സാറ്റലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ അബൌട്ട് 36,000 കിലോമീറ്റേഴ്സ് ഒക്കെ വരെയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഈ ഫിഗർ എന്ന് പറയുന്നത് ഹൈ ലെവൽ സാറ്റലൈറ്റ്സ് ഒക്കെയാണ്. ഓക്കെ, സോ ഈ ഹൈ ലെവൽ ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയാണ് ഉണ്ടാവുക, satellites in space. Remote sensing is sometimes conducted from the space shuttle or more commonly from satellites ഒക്കെയാണ്. ഓക്കെ, ഇവിടെ പിന്നെന്താ പറയുന്നത്, ഇവിടെ ഒരു ഫോർ എക്സാമ്പിൾ മൂണാണ് എടുക്കുകയാണെങ്കിൽ മൂൺ എന്താണ്, ഇറ്റ്സ് എ നാച്ചുറൽ സാറ്റലൈറ്റ്. വേറസ് മാൻമെയ്ഡ് സാറ്റലൈറ്റ്സ് ഇൻക്ലൂഡ് ദോസ് പ്ലാറ്റ്ഫോംസ് ലോഞ്ച് ഫോർ റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാൻമെയ്ഡ് സാറ്റലൈറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. മൂൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആണ്. ഓക്കെ, എത്രയാണ് നമുക്ക് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. സോ ആദ്യം തന്നെ റിമോട്ട് സെൻസിങ്ങിന് സെൻസേഴ്സിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിൽ യു ഹാവ് ടു റൈറ്റ് വാട്ട് ഇസ് മീൻ ബൈ സെൻസേഴ്സ്. സെൻസേഴ്സ് എന്താണെന്ന് എഴുതണം. പിന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് പ്ലാറ്റ്ഫോംസ് മെയിൻലി. സോ ഏതൊക്കെയാണ്, ഗ്രൗണ്ട് ബേസ്ഡും എയർബോണും പിന്നെ നമ്മളുടെ സ്പേസ് ബേസ്ഡും. ഈ 3 പ്ലാറ്റ്ഫോംസിനെ പറ്റിയിട്ട് എഴുതിയിട്ട് വേണം സെൻസേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എഴുതാൻ. അടുത്തത് നമുക്ക് ഈ ഒരു ഫിഗർ എന്താണ് സെൻസേഴ്സിനെ പറ്റിയിട്ട്, പ്ലാറ്റ്ഫോംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദാറ്റ് ഇസ് ഹെലികോപ്റ്റർ ഒരു പ്ലാറ്റ്ഫോമാണ്, സാറ്റലൈറ്റ്, സ്പേസ് ഷട്ടിൽ, എയർക്രാഫ്റ്റ്, ഇതൊക്കെ ഒരു പ്ലാറ്റ്ഫോംസാണ്. അതിൻ്റെ ഹൈറ്റ്സ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസേഴ്സ്. ഞാൻ പറഞ്ഞു മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷനാണുള്ളത് അല്ലേ. ഒന്ന് പാസീവ് റിമോട്ട് സെൻസേഴ്സ് ആൻഡ് അടുത്തത് ആക്റ്റീവ് റിമോട്ട് സെൻസേഴ്സ്. എന്താണ് പാസീവും ആക്റ്റീവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് എനർജിയാണ്. എവിടെ നിന്നാണ് ഈ സോഴ്സ് ഓഫ് എനർജി കിട്ടുന്നത് എന്നാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ പാസീവ് റിമോട്ട് സെൻസേഴ്സിൻ്റെ അകത്ത് നമുക്ക് സോഴ്സ് കിട്ടുന്നത് സണ്ണിൽ നിന്നാണ്, സൂര്യനിൽ നിന്ന് വരുന്ന എനർജിയാണ് നമ്മൾ അവിടെ സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. നാച്ചുറലി നമുക്ക് കിട്ടുന്ന ഒന്നാണ് അല്ലേ. ആക്റ്റീവ് റിമോട്ട് സെൻസേഴ്സിൻ്റെ കേസിൻ്റെ അകത്ത് നമ്മൾ ഓൺ ആയിട്ട് നമ്മളവിടെ ഒരു എനർജി നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ആർട്ടിഫിഷ്യലി നമ്മളൊരു എനർജി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫിഗർ നോക്കിക്കേ, പാസീവ് എന്ന് പറയുമ്പോൾ സണ്ണിൽ നിന്ന് ഒരു സോഴ്സ് ഓഫ് എനർജി വന്ന് ഒബ്ജക്റ്റിൽ വീണിട്ട് അവിടുന്ന് എനർജി റിഫ്ലക്റ്റ് ചെയ്തിട്ട് സെൻസേഴ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് പാസീവിൻ്റെ അകത്ത്. ആക്റ്റീവ് റിമോട്ട് സെൻസേഴ്സിൻ്റെ അകത്ത് നമുക്കൊരു സാറ്റലൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, എനർജി വന്ന് ഒബ്ജക്റ്റിൽ വീണ് അവിടുന്ന് വീണ്ടും അത് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെൻസേഴ്സ്. അതാണ് ആക്റ്റീവിൻ്റെയും പാസീവിൻ്റെയും മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. പാസീവിൽ എപ്പോഴും ഓർക്കണം സൺ ഇസ് ആക്ടിങ് ആസ് എ സോഴ്സ്, ഇവിടെ ഇറ്റ്സ് ഓൺ സോഴ്സ് ആണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. എന്താണ് അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് ഓർത്ത് വെക്കണം. കാരണം ഒരു 5 മാർക്സിന് റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാസീവ് ആൻഡ് ആക്റ്റീവ് റിമോട്ട് സെൻസേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാനും മതി. മെയിൻ ഡിഫറൻസ് എന്താണ്? സോഴ്സ് ആണ് അല്ലേ. ഇറ്റ്സ് സോഴ്സ് ഓഫ് ലൈറ്റ് ഓർ ഇലുമിനേഷൻ ഇസ് സൺ. സണ്ണെന്ന് വരുന്ന ദാറ്റ് ഇസ് നാച്ചുറൽ ലൈറ്റാണ് പാസീവ് റിമോട്ട് സെൻസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ആക്റ്റീവിൻ്റെ അകത്തോ, ആക്റ്റീവിൻ്റെ അകത്ത് എന്താണ്? ഇറ്റ്സ് ഓൺ സോഴ്സ് ആണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ടത് എക്സാമ്പിളാണ്. ഒരു എക്സാമ്പിൾ ക്യാമറ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ക്യാമറയുടെ പുറത്ത് പോവുകയാണെങ്കിൽ അവിടെ നാച്ചുറൽ ലൈറ്റ് ഉണ്ട് അല്ലേ. സൂര്യനിൽ നിന്നുള്ള നാച്ചുറൽ ലൈറ്റ് നമ്മളുടെ ഫേസിലേക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താണോ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ആ ഒരു ഇമേജിലേക്ക് ലൈറ്റ് പോയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനും മീൻസ് ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ, നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അവിടെ എന്തുണ്ടാവണം? ഒരു നാച്ചുറൽ ലൈറ്റ് ഉണ്ടാവണം. ഓക്കെ, നാച്ചുറൽ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് പാസീവ് റിമോട്ട് സെൻസേഴ്സ് ആണ്. നാച്ചുറൽ ലൈറ്റ് വഴി നമുക്കൊരു ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കിട്ടുകയാണെങ്കിൽ അത് പാസീവ് റിമോട്ട് സെൻസിങ് ആണ്. ആക്റ്റീവ് ആണെങ്കിലോ സൂര്യനല്ല, അപ്പോൾ വേറൊരു എക്സ്ട്രാ സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ഇരിക്കണു, നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ 2 ലൈറ്റ് അപ്പുറത്തും ഇപ്പുറത്തും വെക്കും അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ആ ഇമേജ് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ സെറ്റപ്പാണ് അവിടെ നടക്കുന്നത്.
പക്ഷേ ഈ റിമോട്ട് സെൻസിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഏതൊരു ടൈമും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ സെറ്റ് ചെയ്യുന്നതാണല്ലോ, ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഏതൊരു ടൈമിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പാസീവ് എന്താണ്? ഇത് ഒരു ആർട്ടിഫിഷ്യൽ അല്ല, ഇതൊരു നാച്ചുറൽ ആണ്. സോ ഇത് ഡാർക്ക് ടൈമിലൊന്നും നൈറ്റ് ടൈമിലൊന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മളുടെ സോഴ്സ് ഇവിടെ എന്ന് പറയുന്നത് സൂര്യനാണ്. സോ സൂര്യനുള്ളപ്പോഴേ നമുക്കിത് നടക്കാൻ പറ്റൂ. ഇത് പക്ഷേ കമ്പാരിറ്റീവ്ലി ലോ പ്രൈസ് ആണ്, ഇത് കുറച്ച് ഹൈ പ്രൈസ് ആണ്. ആക്റ്റീവ് റിമോട്ട് സെൻസേഴ്സ് കുറച്ച് ഹൈ പ്രൈസ് ആണ്, പാസീവ് ലോ പ്രൈസ് ആണ്. കാരണം സോഴ്സ് അവിടെ എന്താണ്, സണ്ണാണ്. സോ ഇതാണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതിൻ്റെ ഡിഫറൻസ് പറയുക. ഇതാണ് മെയിൻ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് സോഴ്സ് ആണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്ന് സണ്ണിൽ നിന്ന് ഒന്ന് ഇറ്റ്സ് ഓൺ ലൈറ്റ് ആണ് വരുന്നത്. സോ ഇതിൻ്റെ ഡിഫറൻസും പഠിച്ചു വയ്ക്കാം. സോ മെയിനായിട്ട് എന്താണ് ഇപ്പോൾ പഠിക്കേണ്ടത്? സെൻസേഴ്സ് ചോദിക്കുകയാണെങ്കിൽ സെൻസേഴ്സ് എന്താണെന്ന് എഴുതണം, അതിൻ്റെ പ്ലാറ്റ്ഫോംസ് എഴുതണം, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസേഴ്സ് ആണ്, ആക്റ്റീവ് എന്താ പാസീവ് എന്താ, വിത്ത് ഫിഗർ വരയ്ക്കുക, അതിൻ്റെ ഡിഫറൻസ് എഴുതാം. ഓക്കെ, താങ്ക് യു.